ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് ഹൈക്കോടതി നൽകിയ സമയം അവസാനിക്കാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് കൂടാതെ ഇന്ന് ശബരിമല തന്ത്രിമാരുടെ മൊഴി കൂടി എടുത്തിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പോറ്റിയെ പരിചയമുണ്ടെന്നും പാളികൾ കൈമാറിയത് ദേവസ്വം ബോർഡ് നിർദ്ദേശത്തിലാണെന്നുമാണ് തന്ത്രിയുടെ മൊഴി. സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് വെച്ച് നൽകാനുള്ള അനുമതിയാണ് നൽകിയെന്നാണ് തന്ത്രി പറഞ്ഞത്. കസ്റ്റഡിയിലുള്ള പത്മകുമാർ മുകളിലേക്കുള്ളവർക്കെതിരെ മൊഴി നൽകുമോ? ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിശ്വസിച്ചവർ പാർട്ടിയോട് കൂറുകാട്ടിയില്ല എന്ന വാചകത്തിൽ വിമർശനം ചുരുക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. കുറ്റപത്രം വരെ കാത്തിരിക്കാനാണ് തീരുമാനമെന്നാണ് സൂചന. കോടതി പറഞ്ഞ സമയം ഒരാഴ്ച കൂടി ബാക്കി നിൽക്കെ സൂത്രധാരിൽ നിന്നും മുഖ്യ സൂത്രധാരനിലേക്ക് എത്തുമോ SIT എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥ സൂത്രധാരനിലേക്ക് ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കല, ഇടത് നിരീക്ഷകരായി M ജയചന്ദ്രൻ, RK ജയരാജ്, റിട്ടയർഡ് SP RV ബാബു, ഹിന്ദു ഐക്യവേദി എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ RK ജയരാജ് ലേക്ക് പോവുകയാണ്. അദ്ദേഹം റിട്ടയർഡ് SP ആണ്. പത്തനംതിട്ടയിൽ സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ശ്രീ RK ജയരാജ്, ഇപ്പോൾ SITയുടെ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് സമയം. അപ്പോൾ മുകളിലുള്ളവരുടെ പേരുകൾ പറഞ്ഞെന്നും മുകളിലുള്ളവരുടെ അല്ലെങ്കിൽ മുൻ മന്ത്രിക്കെതിരെ മൊഴി നൽകിയതുമൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ എത്രത്തോളം അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് വ്യക്തമല്ല. പക്ഷേ ഈ 2 ദിവസം വളരെ പ്രധാനമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയരാജ്? അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിടത്തോളം ഇതൊരു അവസാന ഘട്ടമെന്ന് പറയാൻ കഴിയില്ല ഒരിക്കലും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ആദ്യഘട്ടമെന്നേ പറയാൻ പറ്റില്ല. അതിൻ്റെ തുടക്കമാണ്. ഇനി എത്രയോ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിൽ ഇതൊരു എന്താ പറയുക, ഒരു കളവ്, അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് സീരിയസ് ഒഫൻസുകളുള്ളൊരു ഇതാണ്. അത് മാസങ്ങളോളം അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ കുറ്റപത്രമൊക്കെ കൊടുത്ത് അവർ അവസാന ഘട്ടത്തിലേക്ക് എത്തുള്ളൂ. പക്ഷേ ശ്രീ ജയരാജ്, കോടതി നൽകിയ സമയം എന്നുള്ളത് 1.5 മാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അടുത്ത ആഴ്ച ഒരാഴ്ച കൂടിയേ ഉള്ളൂ ശരിക്കും കോടതി പറഞ്ഞ സമയം അവസാനിക്കാൻ. സമയം നീട്ടി ആവശ്യപ്പെടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഈ ചെറിയൊരു സമയത്തിനകത്ത് ഇത്രയും സെൻസേഷണലായിട്ടുള്ള ഒരു സീരിയസ് ക്രൈം അന്വേഷണം ഒരിക്കലും അവസാനിപ്പിക്കില്ല. കോടതി കൊടുത്ത സമയം അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. സ്വാഭാവികമായിട്ടും നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സമയം നീട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ അതിന് ഏർപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വേഗത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കട്ടിളപ്പടിയും ആയിട്ടുള്ളതും ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ളതുമായ അന്വേഷണം ആണല്ലോ ശരിക്കും നടത്തുന്നത്. രണ്ട് FIRകളാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് എത്രത്തോളം ശരിയാണ്? മറ്റു കാര്യങ്ങളും ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ പല കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും അന്വേഷിക്കും, ഇതും അന്വേഷിക്കും, അതും അന്വേഷിക്കേണ്ടതാണ്, ഇതും അന്വേഷിക്കേണ്ടതാണ് എന്നൊക്കെ. പക്ഷെ അതിലേക്കൊക്കെ SIT കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുറമെ സമൂഹത്തിന് കിട്ടുന്നൊരു വിവരം എന്ന് പറയുന്നത്, പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിനോടൊപ്പം ഹാജരാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ആ പബ്ലിക് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ച് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു 6 അറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ആ അറസ്റ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള എവിഡൻസുകൾ കിട്ടിയതിന് ശേഷമായിരിക്കാം അവർ അറസ്റ്റ് നടന്നത്. പക്ഷെ അതൊന്നും ആവുന്നില്ല എവിഡൻസുകളെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് അവിടുന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണ്. അത് റിക്കവർ ചെയ്തിട്ടില്ല. അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് നമ്മുടെ ഇതൊക്കെ 1920 കാലഘട്ടത്തിലായതുകൊണ്ട് പഴയ IPCയും CRPC ഒക്കെയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുക. അപ്പോൾ അന്നത്തെ ഈ 27 റിക്കവറി എന്നുള്ളത് പ്രതിയുടെ മൊഴി അനുസരിച്ച് പോയി അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ സ്വർണം തിരിച്ചു കിട്ടണം. അത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം പാളിയായിട്ട് അവിടെ പതിപ്പിച്ച സ്വർണം ഒരിക്കലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പാളിയായിട്ട് തന്നെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. അത് സ്വാഭാവികമായിട്ട് ഒരുക്കി വേറെ ഏതെങ്കിലും രൂപത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അത് കോടതിയിൽ പ്രോപ്പർട്ടി ആയിട്ട് അത് ഹാജരാക്കുമ്പോൾ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. ഒരു കൺഫെഷൻ ഉണ്ടാവണം, ഒരു കുറ്റസമ്മത മൊഴി പ്രതികളിൽ ഉണ്ടാവണം,
അത് ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു സാധാരണ ഒരു ഹെബിച്വൽ ഒഫൻഡേഴ്സ് അല്ല, ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനുള്ള ആളുകളാണ്, പ്രതികളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരു എക്സ്ട്രാക്റ്റഡ് കൺഫെഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഹെൽക്കൂലിയൻ ടാസ്ക്കായിട്ട് ഈ SITയുടെ മുന്നിലുണ്ടാവും. അപ്പോൾ അത് SIT അതിന് എന്താണ് അതിന് കണ്ടിരിക്കുന്നത്, മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. അതുപോലെ തന്നെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് ഒഫൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ഇൻകം, വരുമാനത്തിൽ കൂടുതൽ അവർ സമ്പാദിച്ചു എന്ന് കാണിക്കാനായിട്ട് അവർ റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കിയെന്ന്, നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ റോങ്ഫുൾ ഗെയിൻ ആയിട്ട് അവർ ഉണ്ടാക്കി, സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് കാണിക്കണമെങ്കിൽ ആ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടാനും അത് പ്രോപ്പർട്ടിയിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരണമെങ്കിലൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ആധികാരികമായിട്ട് ഇത്രയും എനിക്ക് പറയാൻ കഴിയുള്ളൂ. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഈ അന്വേഷണം പത്മകുമാറിൽ നിന്നും മുകളിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ മുകളിലേക്ക് ഉള്ളവരാണ് യഥാർത്ഥ പ്രതികളും എന്നുള്ള വിശ്വാസമാണല്ലോ കോൺഗ്രസിന്. പക്ഷേ പത്മകുമാർ അത്തരം ഒരു മൊഴി നൽകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോഴും MP ഗോവിന്ദൻ പാർട്ടി വിശ്വസിച്ചവർ പാർട്ടിയെ വഞ്ചിച്ചു എന്നൊരു വാചകത്തിനപ്പുറം വലിയ വിമർശനങ്ങളിലേക്ക് കടക്കുകയോ അത് അവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാകുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കാനാണ് പാർട്ടിയുടെ ആലോചന എന്നാണ് അറിയാനാകുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സ്മൃതി, അവിടെയാണ് CPM എത്രത്തോളം അപജയത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയാണ് ഇന്നലെ യോഗം ചേർന്നത്. അതിൽ തന്നെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള K. പത്മകുമാറാണ് ജയിലിൽ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ആ ജില്ലയിൽ നിന്നുള്ള MLA കൂടിയായിരുന്നു. അദ്ദേഹം CPMൻ്റെ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. അങ്ങനെ ഇരിക്കെ നമ്മളൊരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ ഇന്നലെ പത്തനംതിട്ടയിൽ കൂടിയ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ശബരിമലയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് എന്നായിരുന്നു തീരുമാനം. അപ്പോൾ ശബരിമലയെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ, അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പത്മകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെങ്കിൽ, അല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെങ്കിൽ, ചർച്ച ചെയ്യാതിരുന്നതെങ്കിൽ, ഞങ്ങളുടെ ചോദ്യം ഒന്നേ ഉള്ളൂ. ശബരിമലയിൽ നിന്ന് ഇത്രയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആ സ്വർണത്തിൻ്റെ വാല്യൂ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശബരിമല വിശ്വാസികളോട്, പരിപാവനമായ പവിത്രമായ ആ ക്ഷേത്രത്തിലെ ആരാധിക്കുന്ന വിശ്വാസികളോട് വിശ്വാസവഞ്ചന കാട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിൻ്റെ പ്രതികൾ ഇപ്പോൾ പത്മകുമാറിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വിശ്വാസികളോടൊപ്പമാണോ ഈ സർക്കാരും CPM-ഉം, അതോ ഈ കൊള്ളക്കാരോടൊപ്പമാണോ എന്ന് ഇന്നലെ വ്യക്തമായിരിക്കുകയാണ്. വിശ്വാസികളോടൊപ്പമായിരുന്നെങ്കിൽ ശബരിമലയിൽ ഈ കൊള്ള നടത്തിയ പത്മകുമാറിനെതിരെ ഇന്നലെ നടപടി ഉണ്ടാകണമായിരുന്നു. അങ്ങനെ നടപടി ഉണ്ടാകാത്തതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഈ കൊള്ളക്കാരോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോഴും നമുക്കറിയേണ്ട 2-3 വസ്തുതകളുണ്ട്. അതിൻ്റെ കൂടി ചോദ്യം, ഇതെല്ലാം കണക്റ്റഡാണ്. ഒന്ന്, ഈ പറയുന്ന പോറ്റിയെ ആരാണ് ഈ പിക്ചറിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പോഴും വ്യക്തത വരുന്നില്ലല്ലോ. ഈ പോറ്റിയെ പത്മകുമാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ആരാണ്? പോറ്റിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായി നിരവധി തവണ അദ്ദേഹം രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വകാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിരവധിയായ കോണ്ടക്സ്റ്റുകളിൽ നിന്നുള്ള പിക്ചേഴ്സും വിഷ്വൽസും ഒക്കെ നമ്മുടെ കൈവശമുണ്ട്. ഇനി താൻ ദൈവതുല്യം കണ്ടിരുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഈ പത്മകുമാർ പല തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്ത്രിമാരെ അവരുടെ മൊഴി രേഖപ്പെടുത്തി അവരെ വിട്ടയക്കുകയും ചെയ്തപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം CPM-ൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾ, നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ദൈവതുല്യരായി കണ്ടിരുന്നത് തന്ത്രികളെയാണ് എന്ന ഭാഗം കഴിഞ്ഞു. ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മുരാരി ബാബുവിൻ്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വസ്തുത ഇവിടെ എത്തി നിൽക്കേ ഈ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദം, അദ്ദേഹത്തിന് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് അവിടെ നിൽക്കുന്നു. പത്മകുമാർ പലപ്പോഴും ബാംഗ്ലൂരിലെ ജലഹള്ളിയിലെ മുൻപ് പൂജ നടത്തിയിരുന്നത് ആരാണ് എന്ന് വരെ അന്വേഷിക്കണമെന്ന് ചാടിക്കയറി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ഡൈവേർട്ട് ചെയ്ത് തന്ത്രിമാരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു പത്മകുമാറിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഈ പോറ്റിയുമായി അദ്ദേഹത്തിന് മോഹൻ പോറ്റിയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം തുടർച്ചയായി പറയുകയും, എന്നാൽ ഈ പോറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയും അദ്ദേഹവുമായി മറ്റ് സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ഇടപാടും ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കൊള്ളയ്ക്ക് ഒന്നാം പ്രതി അല്ലെങ്കിലും ഈ കൊള്ളയുടെ
കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പത്മകുമാറാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പല സ്റ്റെപ്പുകളും വരാനുണ്ട്. അതിലേക്കാണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ പത്മകുമാർ ഇതിൽ കക്ഷിയാണെന്ന് ബോധ്യപ്പെടുകയും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്താ CPM വാദിക്കാൻ തീരുമാനിക്കുന്നത്? എനിക്ക് ഇനി സമയം തന്നാലും വേണ്ട സ്മൃതി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ CPM എന്താ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അന്വേഷണം നടത്തുന്നത് പിന്നെ LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ്, സർക്കാർ അതിനെ ന്യായീകരിക്കുകയാണ്, അനുകൂലിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. നമുക്കറിയാം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. ഹൈക്കോടതി തന്നെ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ്, അവർ സർക്കാരുമായി ബന്ധപ്പെടേണ്ടതില്ല, നേരിട്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന, ഹൈക്കോടതി തന്നെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ നടക്കുന്ന അന്വേഷണം. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരനാണെന്ന് പത്മകുമാർ കണ്ടെത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഇനിയും വേണ്ടതില്ല എന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നെങ്കിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി എന്തുമാത്രം പത്മകുമാറിനെ ഭയക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. പത്മകുമാറിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? പത്മകുമാർ വാസുവും പലതും പറയാൻ ശ്രമിച്ചാൽ CPMൻ്റെ ഉന്നതരായ പല നേതാക്കന്മാരും ഇതുപോലെ തന്നെ അവരെയൊക്കെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ കസ്റ്റഡിയിൽ ചോദിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതിലേക്കാണ് നോക്കൂ സ്മൃതി, ഒന്നുകൂടി മനസ്സിലാക്കണം. തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ഒരു പോറ്റി മാത്രമായിരുന്നു, ആ പോറ്റി അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമുണ്ട്, ഈ പോറ്റി ദ്വാരപാലകരുടെ പീഠം കൊടുത്തത് ശബരിമലയിൽ കൊടുത്തിരുന്നു, കാണുവാനില്ല എന്ന് പറയുകയും അവസാനം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടും പോറ്റിക്കെതിരെ ഒരു FIR പോലും ഈ സംസ്ഥാന സർക്കാർ എടുത്തില്ല, കോടതി ഇടപെടുന്ന ഇത് എടുത്തില്ല. അപ്പോൾ പോറ്റിയിൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, പോറ്റിയെ ഭയപ്പെട്ടിരുന്നു. പോറ്റിയുടെ ഭയം കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് കടന്നപ്പോൾ ഉദ്യോഗസ്ഥരിലേക്ക് എത്തി. അപ്പോൾ ഉദ്യോഗസ്ഥരിൽ അവസാനിക്കും, അവർ അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചു. ഏറ്റവും അവസാനം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മറകെട്ടി തിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ കൊണ്ട് നിൽക്കില്ല. നിങ്ങൾ എങ്ങനെ മറകെട്ടിയാലും നിങ്ങളും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാലും, മതിലുകൾ സിനിമയിലെ പോലെ KPSC എഴുതുകയും പിന്നെ എന്താ പറയുന്നത്, മമ്മൂട്ടിയും ഒരു മതിലിനപ്പുറവും ഇപ്പുറമാണെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാലും ഇതൊക്കെ തെളിയുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ പൊളിറ്റിക്കലായ ഒരു ആൻസർ വേണ്ടത്, എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിൽ പിടിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിനെതിരായി നടപടി ഉണ്ടാകാത്തത്? അതിനെ സംബന്ധിച്ച് CPM പറയണ്ടേ? നിങ്ങൾ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നാൽ മതിയോ? ചർച്ചകളിൽ നിന്ന് CPMൻ്റെ പ്രതിനിധികൾ ഇനി ശബരിമല വിഷയവുമായി ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുവോ വിഷയം? തീരില്ലല്ലോ. നോക്കൂ, കോടാനുകോടികളായ ശബരിമല വിശ്വാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്, അവരുടെ വിശ്വാസത്തെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിയ ഒരു വിഷയമാണ്. എന്നിട്ട് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് ചെയ്യാനാണെന്നേ? ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിങ്ങൾക്ക് 1% വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്മകുമാറിനെ പുറത്താക്കണ്ടേ? നിങ്ങൾ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണ്ടേ? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് പത്മകുമാറിനെ ഭയക്കുന്നത്? ശ്രീ M ജയേന്ദ്രൻ മറുപടി പറയാം. പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് ഭയന്നിട്ടാണോ എന്നുള്ളതാണ്. കാരണം അതിനു മുകളിലേക്ക് മൊഴി പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ നടപടി വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ജില്ലാ കമ്മിറ്റിയിൽ ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള കാര്യവും നമ്മുടെ മുന്നിലുണ്ടല്ലോ. സ്മൃതി, കേൾക്കാമോ? എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, വിചാരിക്കുന്നു അല്ലേ? ഇത് ഇപ്പോൾ ഇവിടെ ജ്യോതികാർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുത, അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറയുകയാണ്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി യോഗമല്ല ഇന്നലെ പത്തനംതിട്ടയിൽ ചേർന്നത്. ഒന്നാമത്തെ കാര്യം, ജില്ലാ കമ്മിറ്റിയിൽ 35 പേരാണുള്ളത്, സെക്രട്ടേറിയറ്റ് മെമ്പർമാരടക്കം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ളത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് ഗോവിന്ദ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത്. അതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളല്ലാത്ത ഏരിയ സെക്രട്ടറിമാർ 5 പേരുണ്ട്. ആ ഏരിയ സെക്രട്ടറിമാരെന്ന് പറയുന്നത് തിരുവല്ല, എഴുമറ്റൂര്, പെരിനാട്, റാന്നി, പന്തളം എന്നീ 5 ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് ഇന്നലെ നടന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച്, ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ചയുണ്ടായത്. അവിടെ ഒരാളും ഈ പ്രശ്നം ചർച്ച ചെയ്തുമില്ല. എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. അതേസമയം ഇതിന്റെ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ സ്വാഭാവികമായിട്ടും വിശദീകരണവും മറുപടിയും നൽകുമല്ലോ. ആ മറുപടിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ആരും ചർച്ച ചെയ്തിട്ടില്ല, ജില്ലാ സെക്രട്ടറി അത്ര റിപ്പോർട്ടും വെച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, പത്മകുമാർ ഉൾപ്പെടെയുള്ള ചിലരെ പാർട്ടി ചില ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. അവര് ആ ഉത്തരവാദിത്തങ്ങൾ ശരിയായ നിലയിൽ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് ചില കാര്യങ്ങളിലൊക്കെ പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ വ്യക്തമായ തെളിവില്ല. അതുകൊണ്ട് ചാർജ് ഷീറ്റ് വരുമ്പോൾ എന്താണോ ഇക്കാര്യത്തിൽ
പിന്നെ ചാർജ് ഷീറ്റിൽ പറയുന്നത് അതിനനുസൃതമായ നടപടികൾ പാർട്ടി വിശ്വസിച്ച ചുമതല ഏൽപ്പിച്ചവർക്കെതിരെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ചർച്ച വരാതിരുന്നിട്ടുകൂടി കോന്നം മാസ്റ്റർ ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ പറയുന്ന അങ്ങ് പറയുന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം. പാർട്ടി രീതികളനുസരിച്ച് അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റിയാണ് അതിലൊരു അഭിപ്രായം പറയേണ്ട, അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കമ്മിറ്റി ചേർന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തിടുക്കമില്ല എന്നുകൂടി അതിനർത്ഥമുണ്ടല്ലോ. ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ടും പാർട്ടിയുടെ മുൻ MLA, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണ കൊള്ളക്കേസാണ്. അപ്പോൾ അതിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളത് വേഗത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി പാർട്ടി കാണുന്നില്ല എന്നൊരർത്ഥം കൂടി അതിന് വെക്കാൻ പറ്റും. അല്ല, താങ്കൾക്ക് CPM-ന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയാത്ത ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അപ്പാടെ പിന്നെ ഈ സംഘടനാ കമ്മിറ്റികളെല്ലാം തന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളായി മാറുക, പരിവർത്തിക്കുക എന്നുള്ളതാണ് സഹജമായ സംഘടനാ രീതി. CPM-ൽ അങ്ങനെയാണ്, അത് സഹജമായ രീതി തന്നെയാണ്. അപ്പോൾ പാർട്ടി കമ്മിറ്റികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജില്ലാ കമ്മിറ്റി, താങ്കൾ പറഞ്ഞ ജില്ലാ കമ്മിറ്റി, അങ്ങനെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ കൂടില്ല. ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ചർച്ച ചെയ്യുമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതായി താങ്കൾ പറയുന്നു, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. ഇനി അങ്ങനെ സാധാരണ തീരുമാനിക്കാൻ വഴിയില്ല. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവൂ. പിന്നെ 11-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ് തീരുന്നത്. ആ സംഘടനാ കമ്മിറ്റികൾ പിന്നീട് നിലവിൽ വരുന്നത് ആ സമയത്താവും. അപ്പോൾ ഒരുപക്ഷെ ഇനി അപ്പോഴാണെന്നല്ല എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴേതായാലും അത്തരത്തിൽ സംഘടനാ കമ്മിറ്റികളില്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് ഈ കാര്യം വന്നത്. പിന്നെ ഇടയ്ക്ക് ജ്യോതികുമാർ പറയുന്നത് കേട്ടു, എൻ്റെ ഈ ഓഡിബിൾ ആയിരുന്നില്ല ഇടയ്ക്ക്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരിയായി എനിക്ക് വൃത്തിയായി കേട്ടില്ല. അദ്ദേഹം ഒരു വാചകം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതായത് പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ആരാണ് അങ്ങനെ കണ്ടെത്തിയത് എന്നൊന്ന് പറയുമോ സ്മൃതി? ജ്യോതികുമാർ പറഞ്ഞത് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. കുറ്റാരോപിതൻ എന്നുള്ളതിലാണല്ലോ നിങ്ങൾ ഊന്നുന്നത്. കുറ്റാരോപിതനാണ് എന്നുള്ളത് സാങ്കേതികമായി നിൽക്കുന്നതാണ്. ഞാൻ ചോദിച്ചതിൻ്റെ ഈ കാര്യം മാത്രം. അതായത് തിരഞ്ഞെടുപ്പാണ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നൊരു അനുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? അത് ചർച്ച ചെയ്യേണ്ടതേ ഇല്ല, അത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ കൂടി കരുതേണ്ടി വരുമല്ലോ. അല്ല, അങ്ങനെയല്ല. അങ്ങനെ കരുതുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലുള്ള ഒരു പാർട്ടിയൊന്നും അല്ലല്ലോ CPIM. സജീവമായി തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴും നിരന്തരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ജനങ്ങൾക്കിടയിലാണ് സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുമായിട്ടൊക്കെ വീടുകളിൽ ചെല്ലുന്നതും സ്ക്വാഡ് വർക്കൊക്കെ നടത്തുന്നതും. നിരന്തരമായി ജനങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാറുമുണ്ട്. താങ്കൾ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ വോട്ടർമാർ, ഇലക്ടറേറ്റ് CPM-ന്റെ പ്രവർത്തകരോട് മാത്രമല്ല LDF-ന്റെ പൊതുവിൽ എല്ലാ പ്രവർത്തകരോടും ചോദിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം നിലവിലുള്ള കൃത്യമായ മറുപടികൾ അവർ പറഞ്ഞും പോകുന്നുണ്ട്. എന്താണോ ഇക്കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള മറുപടി, LDF കണ്ണീണ്ടടക്കി പറഞ്ഞിട്ടുള്ള മറുപടി എന്തൊക്കെയാണോ അതൊക്കെയാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നതും. ആ വിശദീകരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്തിന് താങ്കൾ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മതിയോ എന്നുള്ളത്. ഏതൊരു വാർഡിലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു വാർഡിലും, ഷുവർ സീറ്റ് എന്ന് കരുതപ്പെടുന്ന വാർഡിൽ പോലും 50% ആണ് വിന്നിംഗ് ചാൻസ് എന്നാണ് CPM കാണുന്നത്. ബാക്കി ഷുവർ സീറ്റിന്റെ കാര്യം പറഞ്ഞത്, ഷുവർ സീറ്റിൽ പോലും 50% ആണ് വിന്നിംഗ് ചാൻസ്. ബാക്കി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി വർക്ക് ചെയ്യണം. അതാണ് സ്ക്വാഡ് വർക്ക്, ഇലക്ട്രേറ്റിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് വരിക. ജയസാധ്യതയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അതിൽ കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവില്ല. 40%-ഉം 30%-ഉം ഒക്കെ വിന്നിംഗ് അടിയുള്ള അല്ലെങ്കിൽ വിന്നിംഗ് ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൂടുതൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഇലക്ഷനിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് CPM. അത് തന്നെ ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ശബരിമലയിൽ ഇങ്ങനെ പ്രശ്നം നടന്നിട്ടേ ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും CPM എവിടെയും പ്രചരിപ്പിക്കുന്നില്ല. ഒരു വോട്ടറോടും അങ്ങനെ പറയുന്നുമില്ല. ചോദിക്കുന്നവരോടൊക്കെ അവിടെ വിഷയം ചോദിക്കുമ്പോൾ എന്ത് മറുപടി പാർട്ടി കൊടുക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. ഞാൻ ശ്രീ RV ബാബുവിലേക്ക് പോകുന്നു. ശ്രീ RV ബാബു, ഇപ്പോൾ അന്വേഷണം അതിൻ്റെ ഇപ്പോൾ കോടതി പറഞ്ഞ സമയം അവസാനിക്കാറായിരിക്കുന്നു. ഒരുപക്ഷെ സമയം നീട്ടി നൽകും എന്ന അഭിപ്രായമാണ് ശ്രീ RK ജയരാജ് പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ 2 FIR-കളിൽ മേലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ BJP-യും ഹിന്ദു ഐക്യവേദിയും പല ഘട്ടങ്ങളിലും തന്ത്രിയെ കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടു. ഇന്നിപ്പോൾ തന്ത്രിയെ മൊഴിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തന്ത്രിമാരുടെ മൊഴിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യുകയല്ല. ആ മൊഴിയെടുക്കലിൽ അവർ ദേവസ്വം ബോർഡിനെതിരായ മൊഴി കൊടുത്തു എന്നാണ് പുറത്തു പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. അവരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തെളിവുകളുണ്ട് എന്നാണോ ഹിന്ദു ഐക്യവേദി കരുതുന്നത്?
അല്ല, തെളിവുകളൊക്കെ നിശ്ചയിക്കേണ്ടത് SIT ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇതുവരെ പ്രതികളെ നിശ്ചയിച്ചത്. SIT ആണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റേ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. അതേപോലെ പിന്നീട് മുരാരി ബാബു, ഇങ്ങനെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്തതും ഒക്കെ SIT കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ തെളിവുകൾ കണ്ടെത്താൻ ഈ തന്ത്രിമാർക്കെതിരെയും തെളിവുകൾ കണ്ടെത്തിയാൽ അതേ നടപടി തന്നെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ തന്ത്രിമാർക്ക് പങ്കില്ല എന്ന് കൂടിയാണ് തന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് അധികാരങ്ങളില്ല എന്ന് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ജഡ്ജ്മെന്റിൽ 10 പേരുടെ പങ്കാളിത്തം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് 10 പേരുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം പേര് പറഞ്ഞു, ബാക്കി എല്ലാവരുടെയും ചുമതലകൾ പറഞ്ഞു. തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ആ പറഞ്ഞ കൂട്ടത്തിൽ തന്ത്രി, ബോർഡ്, ഇതൊക്കെ പ്രതികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് ആരൊക്കെയുണ്ടോ, നമുക്കിവിടെ ആരെയും രക്ഷിക്കേണ്ട ചുമതലയൊന്നുമില്ല. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമാണ് ഹിന്ദു സംഘടനകളുടെ കടപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്ത്രി കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ സന്തോഷം. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. കാരണം തന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ പാടില്ല. തന്ത്രിയിലൂടെ അത്രയും വിശ്വാസം ഭക്തന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്ത്രി കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തണമെങ്കിൽ അത് വലിയൊരു ആശ്വാസവും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇവിടെ പ്രശ്നം സ്മൃതി, ഇപ്പോ ഈ അന്വേഷണം എനിക്ക് തോന്നുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ മരവിച്ച് നിൽക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തന്ത്രിമാരിൽ നിന്നും മൊഴിയെടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇന്നിപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു ശ്രീ RV ബാബു. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ശരി, കസ്റ്റഡിയിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തു. ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം കാര്യങ്ങളിലെ നടപടികളിലേക്ക് കടക്കാൻ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ പ്രശാന്ത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നയാൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം വേറൊന്നുമല്ല. 2019 ഈ സ്വർണം പൂശി സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുവന്നപ്പോൾ 40 വർഷത്തെ വാറന്റി പറഞ്ഞിട്ടുണ്ട്. 40 വർഷത്തെ വാറന്റിയുള്ള ഒരു സാധനം 4 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ചെമ്പ് തെളിയണം എങ്കിൽ അത് പൂശിയത് സ്വർണം തന്നെയായിരുന്നോ, അല്ലെങ്കിൽ സ്വർണം വളരെ ലോലമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ രീതിയിൽ പൂശിയിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ സ്വർണം പറഞ്ഞ പോലെ പൂശാത്തത് കൊണ്ട് ഈ സ്വർണത്തിന്റെ ചെമ്പ് തെളിയാൻ തുടങ്ങുമ്പോൾ മുൻകാല ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പ്രശാന്ത് എടുത്ത തന്ത്രപരമായൊരു നിലപാടാണ് ഇത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന്റെ കാരണം അതുകൊണ്ടാണ് പ്രശാന്ത് സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ അവിടെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന അനില, റിജില്ലാൽ തുടങ്ങിയിട്ടുള്ള 2 പേര് 2024 തിരുവാഭരണം കമ്മീഷണറായിരുന്ന 2 പേരുണ്ട്, അനില അതേപോലെ റിജില്ലാൽ. ഇവരുടെ അഭിപ്രായം മാനിക്കാതെ ഈ പ്രശാന്ത് ഈ സ്വർണ്ണപ്പാളികൾ ഇപ്പോ കൊടുത്തുവിട്ടത്. അപ്പോ 40 വർഷത്തെ വാറണ്ടിയുള്ള സാധനം 4 വർഷം കൊണ്ട് ചെമ്പ് തെളിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറ്റമുണ്ട്, അവിടെ ഗുരുതരമായ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണോ പ്രശാന്ത്? പക്ഷേ ശ്രീ RV ബാബു, ഈ പറഞ്ഞ വാറണ്ടിയാണ് കൊടുത്തുവിടാനുള്ള ഒരു കാരണമായി പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചില്ല. മാത്രമല്ല ഒറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ പാളി കൊടുത്തുവിടുകയല്ല ചെയ്തത്. അതിന് മുന്നത്തെ ബോർഡുകൾ ചെയ്തതുപോലെയല്ല ചെയ്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥരും കൂടെ പോയിരുന്നു, സാക്ഷികളായിരുന്നു. അല്ല, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ പ്രശ്നം സ്വർണം പൂശിക്കൊണ്ടുവരിക എന്നുള്ള ചുമതല മാത്രമേ ഇപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർണം എടുക്കുക എന്നുള്ള ചുമതല ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെ ഉദ്യോഗസ്ഥന്മാർ പോണതുകൊണ്ട് പ്രശാന്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം സ്വർണം പൂശിക്കൊണ്ടുവരിക, ഈ കള്ളം പുറത്ത് വെളിച്ചത്ത് വരാതിരിക്കുക, ഇത്രേ ഉള്ളൂ. 2019 നടത്തിയ കള്ളം മൂടി വെക്കാൻ പ്രശാന്ത് ശ്രമിച്ചു എന്നാണ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല. പ്രശാന്ത് 2019 കുറ്റക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചത് കോടതിയാണ്, അല്ലേ? കോടതിയുടെ ഉത്തരവിൽ അതില്ലേ? ആ ജഡ്ജ്മെന്റിൽ അതില്ലേ? അപ്പോ എന്തുകൊണ്ട് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു? പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് പ്രശാന്തിനെ ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്?
തന്ത്രിമാരെ ചോദ്യം എന്തുകൊണ്ടാ ചെയ്തതെല്ലാം പ്രശാന്തിനെ മൊഴിയെടുക്കലായിരുന്നു കസ്റ്റഡിയിൽ എന്നാണ് ഞാൻ എടുക്കാത്തത്? മനസ്സിലാക്കുന്നത് ഇതിന് ശ്രീ ആർ വി ഉത്തരം ബാബു. ചോദ്യം ചെയ്യലല്ല. ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് സാങ്കേതികമായി മൊഴിയെടുക്കലാണ് എന്നൊക്കെ പറയാം. സത്യത്തിൽ എന്താ നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാലോ. ഇത് മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തമ്മിലൊക്കെ സർട്ടൈൽ ആയിട്ടുള്ള വ്യത്യാസമേ അല്ല ഉള്ളൂ. ശ്രീ ആർ വി ബാബു, അങ്ങനെയാണോ? കാരണം ഈ ചോദ്യം ചെയ്യൽ, ഇതിനു മുമ്പ് നടന്ന ചോദ്യം ചെയ്യലുകൾക്കൊക്കെ ശേഷം വേഗം ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതല്ലേ നമ്മൾ മുരാരി ബാബു തൊട്ട് കാണുന്നത്? ചോദ്യം ചെയ്യൽ തൊട്ടു പിന്നാലെ അറസ്റ്റ്, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പത്മകുമാറിന്റെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു 4-4.5 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ആ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. സ്മൃതി അങ്ങനെയല്ല. വാസുവിനെ ചോദ്യം ചെയ്ത് ആദ്യം വിടുകയാണ് ചെയ്തത്, ഓർക്കുന്നില്ലേ? വാസുവിനെ ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യം എപ്പോ ചെയ്യുന്നു അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് ഈ ചെമ്പ് ദ്വാരപാലക പീഠങ്ങൾ, അതേ ദ്വാരപാലക പീഠങ്ങൾ തന്നെയാണോ തിരിച്ചു വന്നിട്ടുള്ളത്? ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണല്ലോ അവിടെ തെളിവെടുപ്പ് നടത്തിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൊണ്ടുപോയ ദ്വാരപാല പീഠങ്ങളല്ല അവിടെ തിരിച്ചു വന്നിട്ടുള്ളത്. ഈ യഥാർത്ഥ ദ്വാരപാല പീഠങ്ങൾ കടൽ കടന്നോ എന്ന് സംശയിക്കുന്നു. കോടതി പറഞ്ഞ ഞാൻ ഈ പറയുന്നത് മുഴുവനെ കോടതി കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ടാ. കോടതി പറയുന്നത് എങ്ങനെയാണ് എന്ന കാര്യവും പ്രധാനമാണല്ലോ ശ്രീ ആർ വി ബാബു. കോടതി പറയുന്നത് എങ്ങനെയാണ്? SIT അവിടെ സമർപ്പിച്ചിരിക്കുന്ന രഹസ്യമായിട്ടുള്ള രേഖകളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് അറിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അത് SITയുടെ അന്വേഷണത്തിലാണല്ലോ, അല്ലേ? അതെ അതെ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ SITക്ക് തടസ്സം എന്താണ്? SITക്ക് മേൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ? SIT ഈ ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പെട്ടു നിൽക്കുകയാണോ? അതുകൊണ്ടാണോ ഈ മേൽഘടകത്തിലേക്കുള്ള അന്വേഷണം പോകാതിരിക്കുന്നത്? പ്രശാന്ത് അടക്കമുള്ള ആളുകൾ, പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ബാഹ്യ ശക്തിയായി പ്രവർത്തിക്കുന്ന ആളുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്തത സഹചാരിയായി പുറത്ത് വിലസിയിരുന്ന ആൾക്കാർ, അവരിലേക്കൊന്നും എത്താത്തത് എന്താണ്? SIT എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തേക്ക് പോയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച ആളുകൾ വാങ്ങി? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ SP ജയരാജ് ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ? അതായത് തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ, ഈ എക്സർസൈസ് മുഴുവൻ വേസ്റ്റ് ആണ്. ഈ എക്സർസൈസ് മുഴുവൻ വേസ്റ്റ് ആവാൻ പോവാണ്. നമുക്ക് വലിയ ആശങ്കയുണ്ട് സ്മൃതി ഈ കാര്യങ്ങളിലൊക്കെ. ഒന്നാമത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ് വളരെ ദുർബലമായ കേസാണ്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡ് തന്നെ മഹസറിൽ ചെമ്പാണെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടതാ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ക്ലിയർ ആയിട്ട് പറയാവുന്നുള്ളൂ, എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ചെമ്പായിരുന്നു, അതിനു മുമ്പ് സ്വർണമായിരുന്നോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അവിടെ? ഫർദർ എന്താണ് ആർഗ്യുമെന്റ്? എന്റെ കയ്യിൽ കിട്ടിയപ്പോഴത് ചെമ്പാണ്, ഇത്രയും പേര് ഒപ്പിട്ടിട്ടുണ്ടത്, ഇത്രയും പേരുടെ സാക്ഷ്യത്തിലാണ് ഞാൻ ഈ സാധനം കൈപ്പറ്റിയിരിക്കുന്നത്. എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ചെമ്പാണ്, അതിനു മുമ്പ് സ്വർണമായിരുന്നോ അല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ സ്മൃതി മറുപടി പറയാമോ? എന്താണ് അതിന് മറുപടി? ശരി, പക്ഷേ എന്നെ കുടുക്കിയവരെല്ലാം കുടുങ്ങും എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാഫിയ പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ടായിട്ടുണ്ട്. ആസൂത്രിതമായ ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെയാണ് ഹൈക്കോടതി പറഞ്ഞത്, ഇപ്പോ ഇതൊരു പുരാവസ്തു ഉള്ള ആ വാല്യൂ, ആന്റിക്യൂ വാല്യൂയിൽ ഈ സാധനം കടൽ കടന്നോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ മൾട്ടി ലെവൽ അല്ലെങ്കിൽ മറ്റേ ഇന്റർസ്റ്റേറ്റ് അന്വേഷണ ഏജൻസിയോ അതല്ലെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ആവശ്യതയൊക്കെ വരാൻ പോകുന്നത് അപ്പോഴാണ്. ശരി, അവിടെയൊക്കെ SITക്ക് പോകാൻ പറ്റില്ലല്ലോ. ശരി, SIT കൊടുക്കുന്ന റിപ്പോർട്ടിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കോടതി കടക്കുമായിരിക്കാം. അതൊന്നുമല്ലാട്ടോ എന്റെ പറച്ചിലിന്റെ ഉദ്ദേശം. ശരി, ഞാൻ തിരിച്ചെത്താം. ജയരാജ്, ഇപ്പോൾ അന്വേഷണത്തിന്റെ വേഗത്തെക്കുറിച്ചാണ് ചിലർക്കെങ്കിലും സംശയമുള്ളത്. വളരെ പതുക്കെയാണ്, ഉദ്ദേശിച്ച ആളുകളിലേക്ക് എത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. SITയുടെ ഒരു അന്വേഷണ രീതിയെ ആ തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? ഇതിൽ നേരത്തെ ശ്രീ ബാബു ഒക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിലൊന്നും കൂടി ഞാൻ വരാം. അതായത് ഈ മൊഴിയെടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും തമ്മിലുള്ള അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൽ വളരെ ഒരു ജനറൽ ഇൻഫർമേഷനായിട്ട് പറയുന്നു ഇത്രയേ ഉള്ളൂ. ഈ CRPC 161 പ്രകാരമാണ് ഒരു സാക്ഷിയുടെ മൊഴിയെടുക്കുന്നത്. അതിൽ ആ സാക്ഷിയുടെ ഒപ്പ് ആവശ്യമില്ല.
അപ്പോൾ അത് എല്ലാ സാക്ഷികളുടെയും മൊഴിയെടുക്കുന്ന ആ 161 CRPCയിലാണ്. പോലീസിൻ്റെ രീതി അനുസരിച്ച് ഒരു സംശയിക്കപ്പെടുന്ന ഒരാളെയാണ് വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അയാളുടെ മൊഴിയെടുക്കും. എന്നിട്ട് അയാൾ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്ര സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു എന്നൊരാൾ മൊഴി തരണമെങ്കിൽ അത് റെക്കോർഡ് എഴുതിയെടുക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അത് വാസ്തവവിരുദ്ധമാണെങ്കിൽ അതാണ് കോൺട്രഡിക്ഷൻസ്. അപ്പോൾ അത് ഡൗട്ട്ഫുള്ളായി, സസ്പീഷ്യസായി, അങ്ങനെയാണ് പ്രതികളിലേക്ക് എത്തുന്ന ആ ഒരു രീതി. അതവിടെ പറഞ്ഞു നിർത്താം. രണ്ടാമത് ഇപ്പോഴത്തെ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയുന്ന ഭാഗമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊരു വസ്തുത ഞാൻ വെളിപ്പെടുത്തുകയാണ്, എല്ലാവരുടെയും ഇൻഫർമേഷന് വേണ്ടി തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ SIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADGP വെങ്കടേഷ് സാറും അതിൻ്റെ നേതൃത്വത്തിലുള്ള SIT ആണ്. അതിൽ പ്രധാനമായിട്ടും SP ശശിധരൻ, നേരത്തെ കൊച്ചി സിറ്റിയിലൊക്കെ DCP ആയിരുന്ന, കേരളത്തിലെ ഏറ്റവും ഓണസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റായിട്ട് അറിയപ്പെടുന്ന ഓഫീസർ, പോലീസ് ഓഫീസർ. വാസ്തവത്തിൽ ഈ അന്വേഷിക്കുന്ന ഈ സാക്ഷിമൊഴി എടുക്കുന്നതായാലും മറ്റ് കാര്യങ്ങളായാലും കോടതിയിൽ ഡയറി ഹാജരാക്കുന്നതായാലും എല്ലാ കാര്യങ്ങളിലും ഈ SP ഒപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. SP മാത്രമേ പിക്ചറിൽ ഉണ്ടാവുള്ളൂ. കോടതിയിൽ വിചാരണ വരുന്ന സമയത്തായാലും കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതായാലും എല്ലാം ഈ SP വരെ ഉണ്ടാവുള്ളൂ. അത് പലർക്കും അറിയില്ല. അപ്പോൾ ഒരാൾക്ക് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെങ്കടേഷ് സാറിന് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഞാനതിലൊരു ഇവിടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പോലീസിലെ രീതിയിൽ അല്ലാണ്ട് ഇതിൽ ഈ കേസിൽ മാത്രമല്ല, പോലീസിലും പൊതുവുള്ളൊരു സിസ്റ്റം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു SP വരെയുള്ളവർ മാത്രമാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ കോടതി പോയിട്ട് ഈ ക്രോസിന് നേരിടുന്നതും കോടതിയിൽ എന്തെങ്കിലും സ്ട്രിക്ചർ കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ അതൊക്കെ അനുഭവിക്കേണ്ടി വരിക SP ഉള്ളവർ മാത്രമാണ്. അപ്പോൾ ഇനി ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ പലതും ഇപ്പോൾ ആന്ധ്രയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റിടത്താണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോടതിയുടെ തന്നെ ഒരു റിമാർക്കുകളുണ്ടല്ലോ, ഒരു ആശങ്കകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈഡായിട്ട് ഒരു നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഈ SITയിൽ വരുത്തേണ്ടതുണ്ടോ, അത്രയും എനിക്ക് പറയാൻ പറ്റും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയും, CRPC തന്നെയാണ്. അത് പിന്നീട് കൂറുമാറാൻ സാധ്യതയുള്ള ആളുകളുടെ അത് എടുക്കുക, അല്ലെങ്കിൽ അപ്രൂവർ ആക്കുക. സാക്ഷികളിൽ ഇപ്പോൾ ഇത്രയും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാക്ഷികളിൽ ആരെങ്കിലും അത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് തയ്യാറാണെങ്കിൽ, അവർക്ക് അധികം വലിയ റോളൊന്നും ഈ കുറ്റകൃത്യത്തിൽ ഇല്ല എങ്കിൽ, ഈ രണ്ട് കാര്യങ്ങളാണ്, അയാൾക്ക് ഇതിനെക്കുറിച്ച് മുഴുവൻ സമഗ്രമായിട്ടുള്ള അറിവുണ്ടാവണം. ഇത്രയുള്ള ആളുകളാണ് നമ്മൾ മാപ്പ് സാക്ഷികൾ അല്ലെങ്കിൽ അപ്രൂവർമാരാക്കുക. പ്രതികളായിട്ടുള്ള ആളുകളാണ് മാപ്പ് സാക്ഷികൾ. അവർ അതിന് തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അപ്രൂവറാക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കി കൊണ്ടുവന്ന് അങ്ങനെ എവിഡൻസ്, ഇതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം SIയുടെ മുന്നിൽ, ഒരു കേരള പോലീസിൻ്റെ മുന്നിൽ തൽക്കാലം മുന്നിലുള്ള സാഹചര്യങ്ങൾ. അത് വിട്ടൊരു വൈൽഡ് ആൻഡ്, കാരണം ദ മോർ ഹീനസ് എൻ ഒഫൻസ് ഈസ്, അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ പറയുക. ഒരു കുറ്റകൃത്യം എത്രമാത്രം ഗൗരവമുണ്ടാകുന്നുവോ ദ മോർ എഫക്റ്റീവ്, അത്രയ്ക്കും എവിഡൻസുകൾ ഷുഡ് ബി എഫക്റ്റീവ്, അത്രയ്ക്കും ഗൗരവമുള്ളതാവണം തെളിവുകളും ശേഖരിക്കുന്നത്. ഒരു സാധാരണ തെളിവുകൾ ശേഖരിക്കാൻ എടുക്കുന്ന സമയമായിട്ട് വേണം ഇതിനെ കാണാൻ, അല്ലേ? ആ തെളിവുകൾ എടുക്കാനുള്ള കറക്റ്റ് തെളിവുകൾ എടുക്കാനുള്ള അത് എങ്ങനെയാണ് അതിന്, കാരണം ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്. എന്തായാലും ആ കോൺസ്പിറസി ഗൂഢാലോചന വരുന്നുണ്ടെങ്കിൽ അതിന് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് മഹസ്ര എഴുതുണ്ടാക്കണം, എവിടെ വെച്ചാണെന്ന് സ്പെസിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റണം. കാരണം ഇന്ദിരാഗാന്ധിയുടെ മർഡർ കേസിൽ പോലും കോൺസ്പിറസിയിൽ പങ്കെടുത്തവരെ NIA അന്വേഷിച്ചിട്ട് പോലും അത് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. കാരണം ഈ അടുത്ത് വരാൻ പോകുന്ന ഒരു വലിയൊരു സെൻസേഷണൽ കേസിലും കോൺസ്പിറസിയൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അഡ്വാൻസ് കൂടി ഞാൻ പറയണത്. കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു എഫർട്ട് അതിനകത്ത് ആവശ്യമാണ്. നോട്ട് അറ്റ് ഓൾ ഈസി. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പ് പരിപാടികളിലും അതിൻ്റെ തിരക്കിലുമാണ് പാർട്ടി. അപ്പോൾ തൽക്കാലം ഇപ്പോൾ പത്മകുമാറിനെ പുറത്താക്കുന്ന കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ എന്തായാലും ജില്ലാ കമ്മിറ്റി അങ്ങനെ ചേർന്നിട്ടുമില്ല, അങ്ങനെ ഒരു ആലോചനയിലേക്ക് ഇപ്പോൾ കടന്നിട്ടുമില്ല. അതാണ് വിശദീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തവണയും ആത്മവിശ്വാസമാണ്, അടിത്തട്ടിൽ പ്രവർത്തനം, അതിലാണ് ശ്രദ്ധയൊന്നുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ ബാധിക്കുന്നേയില്ല.
സ്മൃതി, നമ്മൾ ഒരുപാട് തമാശകൾ കേൾക്കാറുണ്ട്. നോക്കൂ, ഞാൻ ആ വസ്തുതയിലേക്ക് വരാം. ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയോ എന്തൊക്കെ കൂടിയിട്ട് അവരുടെ സംസ്ഥാന നേതൃത്വമാണ് പറഞ്ഞത് ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി കൂടുന്നുണ്ട്. ആ ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ഇതിന്മേലൊരു തീരുമാനമെടുക്കും, സംസ്ഥാന സമിതിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, എന്നോടൊപ്പം നിരവധി ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകളിൽ വന്നിരുന്ന ഹസ്കർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നത് ചൊവ്വാഴ്ചയുടെ അന്ന് തീരുമാനമെടുക്കുമെന്നാണ്. പോട്ടെ, അതെല്ലാം ലോകത്തിന് കീഴിലുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിവെച്ച് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമാണ് ഈ പാർട്ടി ശ്രദ്ധയൂന്നുന്നത്. മറ്റ് ചുറ്റുപാട് നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും പാർട്ടി ഇനി ചർച്ച ചെയ്യില്ല എന്നൊക്കെ ശ്രീ ജയചന്ദ്രനെ പോലുള്ളവർ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അത്രയ്ക്കങ്ങ് മണ്ടരാണെന്ന് താങ്കൾ കരുതിക്കളയരുത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം തന്നെയാണ് ശബരിമല ഇഷ്യൂ. അതിനൊരു തർക്കവും വേണ്ട. കാരണം കൂടാനുകൂടി വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുന്നത് യോജിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഇത്രയും സെൻസേഷണലായ സെൻസിറ്റീവായ ഒരു വിഷയം ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ വിശ്വാസികളും ഒക്കെ ഇതിൻ്റെ പുറകെ നിൽക്കുമ്പോൾ പോലീസ് ടീം ഉൾപ്പെടെ ഇതിൻ്റെ SIT ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ ഇത് ഗൗരവത്തിലെടുത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തീവെട്ടിക്കുള്ള ഈ സംസ്ഥാനത്ത് നടന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഈ കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളതെല്ലാം ഒരു ഡപ്പയിലിട്ട് അടച്ചു വെച്ചു, ഒരു പെട്ടിയിലിട്ട് അടച്ചു വെച്ചു. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തുറക്കുന്നുള്ളൂ, അതുവരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ജയചന്ദ്രൻ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികളാരും വിശ്വസിക്കില്ല. അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്തേ മതിയാവൂ, നിങ്ങളുടെ അഭിപ്രായം കിട്ടിയേ മതിയാവൂ. നിങ്ങളുടെ പാർട്ടിയിലെ മുൻ MLA, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അയ്യപ്പ വിശ്വാസികളെ ചതിച്ചതിൻ്റെ പേരിൽ, വഞ്ചിച്ചതിൻ്റെ പേരിൽ, കൊള്ളയടിച്ചതിൻ്റെ പേരിൽ, തീവെട്ടിക്കൊട നടത്തിയതിൻ്റെ പേരിൽ നിങ്ങളുടെ നേതാക്കന്മാർ ജയിലിലാണ്. അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPM-നാണ്. ഏത് തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും ആ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകൾ മാറ്റിവെച്ചിട്ട് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വിഷയം തന്നെയാണ്. അതൊക്കെ മനസ്സിലാകാനുള്ള ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണോ, നിങ്ങൾ ഈ കൊള്ളക്കാരന്മാരോടൊപ്പമാണോ? ഇവർ കൊള്ളക്കാരാണെന്ന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാ അവരെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്നത്? എന്താ കോടതി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്? എന്താ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? ഇദ്ദേഹം എന്തോ ഹരിചന്ദ്രൻ്റെ അനിയാണോ പത്മകുമാർ? വാസു എന്തോ ഹരിചന്ദ്രൻ്റെ ചേട്ടനായിരുന്നോ? ഇവരൊക്കെ കൊള്ള നടത്തി എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു പൊതുസമൂഹത്തിന്. അല്ലാതെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് പോയതല്ലോ ദ്വാരപാലകരുടെ ശില്പവും കട്ടളപ്പടിയും ഡോറും കഥവൊന്നും. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ, കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഒപ്പിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളി എന്ന് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിലുള്ള ആ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ തെളിവായി ഹൈക്കോടതിയുടെ മുമ്പിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴും പറയുകയാണ് അദ്ദേഹം കുറ്റക്കാരനെന്ന്. ശരിയാണ്, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിയമപരമായി കോടതിയുടെ ഭാഗത്തു നിന്ന് ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കറിയാം അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ കൈയെഴുത്ത് പ്രതി മാത്രം പോരെ. ചെമ്പ് എന്ന് എഴുതി പിച്ചള എന്ന് എഴുതിയാൽ അത് കടന്നു പോകും, എന്നാൽ ചെമ്പ് മതി എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? അങ്ങനെ ഇരിക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യില്ല എന്ന് ദയവേത് പറയരുത്. എങ്കിൽ പിന്നെ നിങ്ങളൊരു ജനാധിപത്യ പാർട്ടി അല്ല. ഈ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യില്ല, അത് നിങ്ങൾ പ്രതിസന്ധിയിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണിത്? ഏത് തരം ക്യാപ്സ്യൂളാണിത്? ഏത് ഫാക്ടറിയിലാണിത് ഉണ്ടാക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഈ എന്താ പറയുന്നത്, ഭരണഘടന ഞാൻ കണ്ടെത്തിയെന്നും പറഞ്ഞില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് കുറേ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പരമപ്രധാനമായിട്ടുള്ളത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ അവതരിച്ചു? ഈ അവതാരത്തെ ആരാണ് ശബരിമലയിൽ എത്തിച്ചത്? ഈ അവതാരത്തിന് ഇത്രയും സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഈ പറയുന്ന നിങ്ങളുടെ ക്യാപ്ഷനിൽ ചോദിക്കുന്നത് പോലെ ഈ ദൈവതുല്യൻ ആരാണ്? സ്വാഭാവികമായി 2 ദിവസം അദ്ദേഹം മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറയേണ്ടി വരും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ വരും. ഏതായാലും ഇത് സർക്കാരിലെ ഉന്നതരിലേക്ക് പോകുന്നു, കടകംപള്ളി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പച്ചയായ പരമാർത്ഥമാണ്. അതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു സുവർണാവസരമായി കാണുന്നില്ല എന്ന് നിങ്ങളുടെ പല നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം നിങ്ങൾ എങ്ങനെ ഉന്നയിക്കും? തീർച്ചയായിട്ടും നോക്കൂ, ഞങ്ങൾ സ്വമേധയാ ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കില്ല. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
ശബരിമലയിൽ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ആ വിധിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നല്ലോ. അന്ന് ഞങ്ങളെടുത്ത നിലപാട് എന്തായിരുന്നു? വിശ്വാസികളെ വിശ്വാസികളുടെ വഴിക്ക് വിടുക, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പറയുക. ഞങ്ങൾ അവിടെ കൃത്യമായി പറഞ്ഞപ്പോഴും BJPയുടെ നേതാക്കന്മാരാണ് സുവർണാവസരം എന്ന് പറഞ്ഞതും CPM ആണ് അവിടെ എന്താ പറയുന്നത് പിന്നെ നവോത്ഥാനം നടത്താൻ വേണ്ടി സ്ത്രീകളെ മനഃപൂർവ്വമായി ആ ശബരിമലയിൽ കടത്തിവിടുകയും അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതല്ലേ. ശബരിമല ഒരു സ്ത്രീ കടന്നു, ഇനി കടന്നല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇരട്ടത്താപ്പിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഭക്തരുടെ വഴിക്ക് വിടണം. പക്ഷേ ശബരിമല കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊള്ളയടിക്ക് കൂട്ടുനിന്നിട്ടുള്ളവരും കൊള്ളയടിച്ചവരെയും കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ വാങ്ങി നൽകണം. സ്വാഭാവികമായും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ നോക്കൂ, ഇത് ഞങ്ങൾ വിഷയമാക്കുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിൽ ഇത് വിഷയമാണ്. എന്തുകൊണ്ടാണ്? ശബരിമലയിൽ വിശ്വസിക്കുന്ന, ഭഗവാൻ ശ്രീ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന കോടാനുകോടി ജനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന ആ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട പരിസരങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംരക്ഷണം നൽകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ നിയോഗിച്ച രാഷ്ട്രീയമായി നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ദേവസ്വം മന്ത്രിയും ചേർന്ന് അവിടെ കാട്ടുകൊള്ള നടത്തുന്നെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും. അതിനെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തില്ലെങ്കിൽ. കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങ് വെച്ചിരുന്നു, അത് അറിയാമല്ലോ. അത് വലിയ വാർത്തയാവുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ CRPC സെക്ഷൻ 43 പ്രകാരം നിലവിൽ അങ്ങനെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് ചട്ടവിരുദ്ധമാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് പോലീസുകാർ അങ്ങനെ കൊണ്ടുപോയത്. അങ്ങനെ ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ നടപടി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ അത് നേരെ തിരിച്ചടിക്കും എന്ന മനസ്സിലാക്കലാണ് അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതേസമയം ഇങ്ങനെയൊരു നടപടി എടുത്താൽ അത് പ്രശ്നമാകുമെന്ന് കരുതുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ ശ്രീ ജയേന്ദ്രൻ. ചേർക്കണ്ട എന്ന് വിചാരിച്ചാൽ ചേരില്ല. കാരണം ഇപ്പോൾ എനിക്കറിയില്ല താങ്കൾ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ളത്. പക്ഷേ ഏതായാലും ഒരു കാര്യം അതിനകത്ത് വസ്തുതയുണ്ട്. ഈ ചട്ടവിരുദ്ധമാണ് ചെയ്തത് എന്ന് സ്മൃതി ഇപ്പോൾ പറഞ്ഞല്ലോ. ചട്ടവിരുദ്ധമാണെങ്കിൽ വിരുദ്ധമായതെന്തോ അത് തിരുത്തിയല്ലേ പറ്റൂ. അതിന് ആവശ്യമായ തിരുത്തൽ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. ചട്ടവിരുദ്ധമാണെങ്കിൽ ആണെന്ന് താങ്കൾ പറഞ്ഞു, പിന്നെ തിരുത്തുന്നില്ലെന്നും താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചട്ടവിരുദ്ധമാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടി വരും. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അതല്ലല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ കോടതി തന്നെ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ കണ്ടത് എന്താണ്? അവിടെ ഭരണപരമായൊരു വീഴ്ചയല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അവിടെ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളതാണ് SIT അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ റിട്ടയർഡ് SP അദ്ദേഹം ശരിയായി പറഞ്ഞതുപോലെ തന്നെ ഈ CRPC പ്രകാരം ഒരു പ്രശ്നമുണ്ടായാൽ ആ അന്വേഷണം നടത്തുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന SHO, DYSP, SP ഇവർ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും. അതങ്ങനെയാണ്. പിന്നെ അന്വേഷണത്തിന്റെ രീതി അതാണല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ DIG തലവനായി തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ എല്ലാ ദൈനംദിനമുള്ള റൊട്ടീൻ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ആളുമല്ല. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിട്ടിരിക്കുന്ന RV ബാബു, അദ്ദേഹം ഈ പ്രശ്നവുമായിട്ട് മാത്രമല്ല, ഇതിനു മുൻപ് പിന്നെ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയോ ചർച്ചകൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചാനൽ ഉൾപ്പെടെ, ജനം ചാനൽ ഉൾപ്പെടെ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ SITയുടെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ശ്രീ RV ബാബു അടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്. SITയുടെ അത് പിന്നെ ഈ അദ്ദേഹം വിചാരിക്കുന്ന കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് CBIക്ക് വിടണം എന്നുള്ളതാണ്. പക്ഷേ എന്താണ് അവരുടെ നടപടിക്രമങ്ങൾ എന്നുള്ളത് ശ്രീ ജയരാജ് അദ്ദേഹം കൃത്യമായി ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ. അവിടെയെങ്കിലും ഒരു വ്യക്തത അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും, ശ്രീ RV ബാബുവിന് വന്നിട്ടുണ്ടാവും എന്ന് കരുതാം. പിന്നെ ജ്യോതികുമാർ പറഞ്ഞതനുസരിച്ച് എനിക്ക് താങ്കളെ ബോധ്യപ്പെടുത്താനോ താങ്കളുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്താനോ യാതൊന്നുമില്ല സാർ. എനിക്ക് അങ്ങനെ ബോധ്യപ്പെടുത്തലിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ എത്രയോ കാലങ്ങളായി എത്രയോ ചർച്ചകൾ പങ്കെടുക്കുന്നു. ഞാൻ ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുമില്ല. എൻ്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോഴും അത് തന്നെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ബോധ്യത്തിൽ കൃത്യമെന്ന് തോന്നി എനിക്ക് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം, ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിലും പറഞ്ഞിട്ടുള്ളത്. നാളെയും അങ്ങനെ പറയും, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ.
അത് കൃത്യമാണോ എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും CPIM നേതാവ് ഞങ്ങൾ ഇന്ന ദിവസം കൂടുന്നുണ്ട്, അത് ജില്ലാ കമ്മിറ്റി യോഗമാണ്, അതിന് തീരുമാനം ഉണ്ടാവും എന്നും പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. AK സെന്ററിൽ എന്തെങ്കിലും പ്രസ് റിലീസിൽ അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നേതാക്കൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ എന്ന CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കൂടെ ചേർത്താണ് ഞാൻ ഉദ്ധരിച്ചത്. അതാണ് എൻ്റെ അറിവിലുള്ളത്. പക്ഷേ ഇത് അങ്ങനെ പാർട്ടിയെ ജനങ്ങൾക്ക് വേണ്ട എന്നൊക്കെ അത്രയും വലിയ വിനയത്തോടുകൂടി താങ്കൾ പറയുന്നത് കേരളത്തിലെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രേക്ഷകർ കേൾക്കട്ടെ. പക്ഷേ ശ്രീജയേന്ദ്രൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. ശ്രീജയേന്ദ്രൻ, കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കുറ്റാരോപിതൻ എന്ന രൂപത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയല്ലല്ലോ സ്വർണ്ണക്കൊള്ളയുമായി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഒരു പൊതു നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷെ അത് പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ കാര്യം വരുമ്പോൾ അതൊരു കുറ്റാരോപിതൻ എന്ന സാങ്കേതികത്വത്തിലേക്ക് നിങ്ങൾ ചുരുക്കുകയാണ്. അല്ലല്ലല്ല, ഞാൻ ജ്യോതികുമാറിന്റെ കാര്യം പറഞ്ഞു വരുന്നേ ഉള്ളായിരുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പോ തന്ത്രിമാരെ അവരുടെ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതായാലും അവരെ വിളിപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി കഴിഞ്ഞു. അദ്ദേഹം വിധി കൽപ്പിച്ചു കഴിഞ്ഞു. അവിടെ ജ്യോതികുമാർ ആദ്യഘട്ടത്തിലെ വിധി കൽപ്പിച്ചു കഴിഞ്ഞു. അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന പ്രതികളുണ്ടല്ലോ, കുറ്റാരോപിതരായിട്ടുള്ളവര്, അവരും പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഇത്ര ഇന്ന കാര്യങ്ങളിലെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജ്യോതികുമാറിന്റെ അതേ സ്കെയിൽ വെച്ച് അളക്കുകയാണെങ്കിൽ അവരുടെയും കേസ് കഴിഞ്ഞില്ലേ? അത് അദ്ദേഹം സമ്മതിക്കില്ല. ഈ തന്ത്രിമാരുടെ കാര്യത്തിൽ ആ കേസ് കഴിഞ്ഞു, അത് അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ മറ്റുള്ള കാര്യത്തിൽ കാര്യം അവർ CPM-ആയിട്ട് പ്രത്യക്ഷമായ പരോക്ഷമായ ബന്ധമുണ്ട്, അതുകൊണ്ടത് കഴിഞ്ഞിട്ടില്ല. ആ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ ഇത്ര വിശാലമായ വിനയം അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. ശ്രീ ചാമക്കാലയ്ക്ക് മറുപടി നൽകാം, അതിനുശേഷം ഇടവേളയിലേക്ക് പോകണം. നോക്കൂ, അദ്ദേഹം പ്രതികരിക്കുകയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വസ്തുതാപരമാണെന്നും അത് ജനങ്ങൾക്ക് കൺവിൻസിങ് ആകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ അടിസ്ഥാനപരമായി വസ്തുതാപരമായി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. എനിക്ക് എന്നെക്കുറിച്ചെല്ലാം പറയാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, അദ്ദേഹം തന്ത്രികളെ കുറിച്ചൊക്കെ പറഞ്ഞു. തന്ത്രിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഇവിടെ ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇയാളെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ പത്മകുമാറാണെന്ന് ഈ ഭാഗത്ത് കിടക്കുന്നേ. പത്മകുമാറിന്റെ ബന്ധുക്കൾ തന്നെയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോടാനുകോടിയുടെ ബിസിനസ് അവർ തമ്മിൽ ഉണ്ടായിരുന്നെന്ന് ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞ, പത്മകുമാറിന്റെ ബന്ധുക്കൾ തന്നെയല്ലേ. അപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് കടകംപള്ളിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു യാതൊരു ബന്ധവുമില്ലെന്ന്. ഇവിടം കൊണ്ട് അവസാനിക്കില്ല ശ്രീ ജയചന്ദ്രൻ. വസ്തുതാപരമായി പറയും, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയും വലിയൊരു വിവാദം നിങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ, ഞങ്ങൾ ചർച്ച ചെയ്യുകയില്ല, ഇനി ഇലക്ഷൻ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞാൽ, അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പോകണമെന്ന് താങ്കൾ പറഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാവട്ടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്കത് ഉൾക്കൊള്ളാനാകില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സുവർണാവസരം എന്ന നിലയ്ക്കാണ് BJP കണ്ടത്. പക്ഷേ അങ്ങനെ ഒരു സുവർണാവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് BJP. അത് എത്രത്തോളം ഗുണം ചെയ്യും തെരഞ്ഞെടുപ്പിൽ? BJPക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളതൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. BJPയുടെ രാഷ്ട്രീയപരമായ മുദ്രാവാക്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, വിശ്വാസികൾ അത് സ്വാധീനിക്കുമോ എന്നുള്ളതൊക്കെ BJPയുടെ പ്രവർത്തകർ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധ്യമുള്ളൂ. ഇവിടെ ശ്രീ ജയേന്ദ്രൻ സാർ പറയുകയുണ്ടായി, ഞാൻ SITയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അഭിപ്രായം, ആ അഭിപ്രായം മുമ്പ് എന്താണോ ജനൻ TVയിലടക്കം സാറ് പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞത് അത് തന്നെയല്ലേ ഞാൻ ഇവിടെയും പറഞ്ഞത്. SITയുടെ പരിമിതിയെക്കുറിച്ച് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അത് തന്നെ പറയുന്നു. അതല്ലേ ഞാൻ എന്റെ കാലാംശത്തിൽ ഞാനത് പറയുകയും ചെയ്തല്ലോ, SITക്കുള്ള പരിമിതി എന്താണ് എന്നുള്ളത്. അതിൽ ആ അഭിപ്രായത്തിൽ എനിക്ക് മാറ്റമില്ല. രണ്ടാമത് ഇവിടെ വലിയൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോ കുറ്റാരോപിതനാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ MV ഗോവിന്ദൻ പറയുന്നു, ഇദ്ദേഹത്തിനെ പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ചുമതലയിൽ അദ്ദേഹം വീഴ്ച വരുത്തി, വിശ്വസിച്ചേൽപ്പിച്ചവർ അതിൽ വീഴ്ച വരുത്തി എന്ന അഭിപ്രായം പറയുന്നു. എന്ന് വെച്ചാൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, എങ്ങനെ കുറ്റക്കാരനാകുക എന്നാണ്. ഈ സ്മൃതി, ഈ നിലപാട് CPM എല്ലാ കാലത്തും എല്ലാവരോടും ഇങ്ങനെയായിരുന്നോ? ഞാനിത് പല ചർച്ചകളിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ ഇവർ വളരെ വിശുദ്ധന്മാരെ പോലെ വളരെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആൾക്കാര്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് ചിന്തിക്കുന്നവര് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ, ജയേന്ദ്രൻ സാറിനെ പോലുള്ളവര് ഇപ്പോ നിഷ്പക്ഷ നിരീക്ഷകർ എന്നുള്ള പേരിലാണല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹമൊക്കെ ഇത് തൊണ്ട തൊടാതെ എങ്ങനെയാ വിഴുങ്ങുന്നേ? ഈ പാർട്ടി കോടതി, പാർട്ടി തീരുമാനം, പാർട്ടി കോടതി, പാർട്ടിയുടെ വിധി എന്ന്
പറയുകയും നീതിന്യായ സംവിധാനങ്ങളെ ഒട്ടും മാനിക്കാതെ പാർട്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു CPM സംവിധാനം കേരളത്തിൽ നിലനിൽക്കുകയാണ്. എന്നിട്ടാണ് ഈ തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. കുറ്റാരോപിതൻ മാത്രമല്ലേ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നുള്ള സാങ്കേതിക കാരണങ്ങൾ പറയുന്നത്. സാങ്കേതിക കാരണങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു കോടതി വീഴ്ച പറഞ്ഞിട്ടില്ല, ഭരണപരമായി വീഴ്ച അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ജയേന്ദ്രൻ സാറും മറന്നുപോയോ? ഒരു ഇൻവെന്ററി അന്വേഷണത്തിന് ജസ്റ്റിസ് KT ശങ്കരൻ സാറിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്താണ് ഇൻവെന്ററി അന്വേഷണത്തിന്റെ കാരണം? ശബരിമലയിലെ ഭരണപരമായ വീഴ്ച കൊണ്ട് അവിടെ കിട്ടുന്ന സാധനങ്ങൾ കൃത്യമായി രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. അവിടെ എന്തൊക്കെയുണ്ട് എന്നതിനെ കുറിച്ചുള്ള കണക്കില്ല. ഭരണപരമായ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലേക്ക് വഴി തുറന്നത്. ജയേന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സ്മൃതി? ഞാൻ കേൾക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ RV ബാബു. ഹലോ, കേൾക്കാം. ഞാൻ എന്റെ ശബ്ദം അത്ര ക്ലിയർ അല്ല. അങ്ങ് പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. അപ്പോ ഞാൻ പറഞ്ഞത് ഈ കേസിലേക്ക് വഴി തെളിയിച്ച് തന്നെ ഈ പറയുന്ന ഭരണപരമായ വീഴ്ചയാണ്. അപ്പോ അതിനെയൊക്കെ മറച്ചു വെക്കാനായിട്ട് എങ്ങനെ ജയേന്ദ്രൻ സാറിന് സാധിക്കുക? ശരി. അതുകൊണ്ട് ഇത് തീർത്തും രാഷ്ട്രീയമായ തിരിച്ചടി CPMന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. സജീവമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്താൽ അത് സ്വാഭാവികമായും ജനങ്ങളുടെ ചർച്ചയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ടതില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അത് സജീവമാണ്. ശരി, നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നാളെ പത്മകുമാറുമായി ഒരുപക്ഷെ പത്മകുമാറിന്റെ വീട്ടിലടക്കം തെളിവെടുപ്പ് നടക്കും എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരികയാണ്. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ RK ജയരാജ്, ശ്രീ RV ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.